Okay. Page number 151. Days പഠിച്ചു നമ്മൾ അല്ലേ? Weeks of days. Week has 7 days. A week has 7 days. Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. Next നമുക്ക് വർക്ക് എന്താണ്? A poem for me. A poem for me. ഒരു poem ഇവിടെ കൊടുത്തിട്ടുണ്ട്. Fill in the blanks and enjoy this poem. ആ പോയമിൽ ഫില്ല് ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എന്നിട്ട് ആ പോയം ഒന്ന് ചൊല്ലി നോക്കണം. ഫസ്റ്റ് എന്താണ്? M for Monday, turn around. M for Monday, turn around. T for dash, touch the ground. Tuesday. Yes. അപ്പൊ അവിടെ എന്ത് വേണം? Tuesday എന്ന് എഴുതണം. T for Tuesday, touch the ground. T for Tuesday, touch the ground. M for Monday, turn around. T for Tuesday, touch the ground. Tuesday. TUESDAY. ഹാദിയ രാവിലെ മോർണിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഹാദിയ? എന്തു പറ്റി? ഹാദിയ ഓക്കെ 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 അവിടെ ഇരുന്നേ നീ. അൻവിത വീഡിയോ ഓണാക്ക്. ബാക്കിയുള്ളവരെല്ലാരും മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് വൃത്തി കേൾക്കുന്നുണ്ട് മിസ്സിനെ. ആരാ? സെറ മരിയ മ്യൂട്ട് ചെയ്തേ. ഓക്കെ. അപ്പൊ നോക്കുക. M for page number 151. M for Monday, turn around. T for Tuesday, touch the ground. Tuesday. TUESDAY. Page number 151 ഫില്ല് ചെയ്യേണ്ടത് T for Tuesday. TUESDAY. നെക്സ്റ്റ് നാളെ നെക്സ്റ്റ് ക്ലാസ്സില് സെക്കൻഡ് സെമസ്റ്റർ ബുക്കാണ് എല്ലാവരും കൊണ്ടുവരേണ്ടത്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ഇതും കൂടി ആയാലും ഞാൻ കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് നമുക്ക് ഇനി സെക്കൻഡ് സെമസ്റ്റർ എടുക്കാം. സെക്കൻഡ് സെമസ്റ്റർ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് വേണ്ടത് മാത്രം പഠിച്ചിട്ട് അങ്ങ് പോകാം. T for Tuesday, touch the ground. W for Wednesday, jump so high. Wednesday. W for Wednesday. Muhammad Mubdasim എഴുതിക്കേ. Wednesday. WEDNESDAY. Ayan. Please listen. അയാൻ മിസ് പറഞ്ഞാൽ ശ്രദ്ധിക്കണ്ട. അവിടെ ഇരിക്കുന്നവരോട് സംസാരിക്കല്ലേ. അയാൻ എഴുതുന്നുണ്ടോ? അയാൻ വിജേഷ് പ്ലീസ് ലിസൺ. കൂടെ ആരാണ് നിന്റെ അടുത്ത്? ആരാധ്യയാണോ നിന്റെ കൂടെ ഇരിക്കുന്നേ? ഇടയ്ക്ക് ശ്രദ്ധിക്ക്. എഴുതാൻ വേണ്ടി പറഞ്ഞു. എഴുത്. W for Wednesday. WEDNESDAY. എഴുതുന്നുണ്ടോ? പേജ് നമ്പർ 151 എടുക്കുക. T for Tuesday എന്ന് എഴുതണം. W for Wednesday. എല്ലാരും എഴുതിയോ?
യെസ്. ഇനി അടുത്തത് T for Thursday. വെനസ്ഡേ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഏതാണ്? Thursday. T for Thursday. Touch the sky. Thursday. 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 പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 151. ഹാദി ഹൈദർ ആണോ ക്ലാസ്സിൽ കയറുന്നത്? ഇപ്പോ വീഡിയോ ഓൺ ചെയ്തേ. മുഹമ്മദ് മുബ്ദാസിം, ഹാദി ഹൈദർ. ഓക്കെ, പേജ് നമ്പർ 151 എടുത്തു വെച്ച മോനെ. 151 എന്താണോ? എന്താണ് പറഞ്ഞത്? 151 ഒരു പോയം കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി. T for Tuesday. W for Wednesday. ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി T for Thursday കഴിഞ്ഞു. F for Friday. എന്താടാ ഇത്? ആരാ ഇത് സംസാരിക്കുന്ന ഇടയ്ക്ക്? F for Friday, say hooray. S for Saturday, time to play. S for Sunday, clap your hands. It's time to start all over again. ഒന്നുമില്ല, നിങ്ങൾ ഫസ്റ്റത്തെ ഡേ മുതൽ മൺഡേ മുതൽ താഴെ വരെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അത് നിങ്ങൾക്ക് സ്പെല്ലിംഗ് തെറ്റാൻ നോക്കണമെങ്കിൽ പേജ് നമ്പർ 150 ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഒരു ബോക്സിൽ അതാ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. നുറാസിനെ കാണുന്നില്ലല്ലോ. നുറാസെ ചെയറ് മാത്രമല്ലേ കാണുള്ളൂ. നുറാസ് എവിടെ പോയി? നുറാസെ നുറാസ് രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? മേത്സ് ക്ലാസ്സിലും GK ക്ലാസ്സിലും. എന്ത് പറ്റി? പനിയാണോ? അതെയോ? കുറവുണ്ടോ മോനെ? ഓക്കെ. അപ്പൊ മിസ് ഒന്നുകൂടി ആ പോയം വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. M for Monday, turn around. T for Tuesday. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് എടുത്തത്. അല്ല, മിസ് പറയുന്ന പേര് എനിക്ക് കിട്ടുന്നില്ല. ആർക്കാ കിട്ടാത്തെ? ഫസ്റ്റ് സെമിസ്റ്ററിൽ പേജ് നമ്പർ 151 151 കിട്ടിയോ? ഫസ്റ്റ് സെമിസ്റ്ററിലേ കിട്ടുമല്ലോ, സെക്കൻഡ് സെമിസ്റ്റർ കിട്ടില്ല. കിട്ടിയില്ല എല്ലാവർക്കും? നോക്കുക. ഇനി ആരും മ്യൂട്ട് ചെയ്യില്ല. മിസ് വായിച്ചു തരാം പോയം. എല്ലാവരും ശ്രദ്ധിക്കേ. എന്നിട്ട് നിങ്ങളൊന്ന് പാടി നോക്കണം. M for Monday, turn around. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Thursday, touch the sky. F for Friday, say hooray. S for Saturday, time to play. S for Sunday, clap your hands. It's time to start all over again. കണ്ടുവാ? ഒന്നും കൂടി ലാസ്റ്റ് വായിച്ചിടാം. നിങ്ങൾ ആയില്ല. മിസ് ഒന്നും കൂടി വായിച്ചു തന്നിട്ട് എന്നാ റിച്ചാർഡ് തന്നെ വായിച്ചു കൊടുക്ക എല്ലാവർക്കും. M for Monday, turn around. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Thursday, touch the sky. F for Friday, say hooray. S for Saturday, time to play. S for
for Sunday, clap your hands. It's time to start all over again. ഓക്കെ, ഐഫുൻ ഒന്ന് ചൊല്ലിക്കൊടുത്തേ. ഐഫുന. M for Monday, turn the round. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Tuesday, തേഴ്സ്ഡേ. touch the sky. F for Thursday. F for Friday, send the heart. S for Saturday, time to play. S for Sunday, clap your hands. It is time to start all over ഓവർ അഗൈൻ. again. ഓക്കെ, നെക്സ്റ്റ് നീലാഞ്ജന. ആ പോയം ഒന്ന് ചൊല്ലി മോളെ. M for Monday, turn around. T for Tuesday, Tuesday, touch the touch the ground. W for Wednesday, jump jump so high. the T for Thursday, touch the sky. F for Friday, say hooray. S for Saturday, Time to time play. to play. S for Sunday, clap your hands. It's time to Start start all over all again. over again. ഹാദി വായിച്ചവനെ. ഹാദി. M for Monday, turn around. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Thursday, Touch. touch the sky. For Friday, sky say hooray. S for Saturday, time to play. S for Sunday, clap your hands. It's Time to start all over again. again. അമൃത പാടുന്നുണ്ടോ? വാ പഠിക്കോ. M for Monday, turn around. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Tuesday, touch the sky. F for Friday, say hooray. S for Sunday, time to play. S for Saturday, clap your hands. It is time to set all over again. Thank you. മിസ്സേ പേജ് നമ്പർ എത്രയാ? 151. Don't worry. Page number 151. സെറ ആരാണ് ഇനി വായിക്കാൻ പറഞ്ഞ ആരാണ്? പേര് പറ.
നിയാദാസ് ആണോ? നിയാദാസ് ആരാണത്? പേര് പറ. നൈല. നൈല വായിച്ചോ. നൈല വായിച്ചിട്ട് നിയാദാസ് വായിക്കണം. M for Monday, turn around. E for Tuesday, touch the ground. W for Wednesday, jump so high. E for Thursday, touch the sky. F for Friday, F for Saturday, time to play. S for Sunday, clap your hands. It is time to start all over again. Okay, നിയാദാസേ റെഡി അല്ലേ? വായിച്ചു. M for Monday, round. 2 for T for Tuesday, touch the ground. W for Wednesday, jump so high. T for Thursday, touch the sky. F Friday, say hooray. S for Saturday, time to play. S for Sunday, clap your hands. പിന്നെ It's time to start all over again. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആരാണ്? ഡാനിയൽ ആണോ? വായിച്ചോളൂ. M for Monday, turn around. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Thursday, touch the sky. F for Friday, say hooray. S for Saturday, time to play. S for Sunday, clap your hands. It's time to start all over again. നെക്സ്റ്റ് ഹാദിയാണോ? ഓക്കെ, വേഗം സ്പീഡായി. ഹാദിയ. Turn around. T for Tuesday, touch the ground. W for Wednesday, jump so high. T for Thursday, touch the sky. S for Friday, say hooray. S for Saturday, time to play. S for Sunday, clap your hands. It's time to start all over again. ഓക്കെ, നെക്സ്റ്റ് സാവി ആണോ? നേരത്തെ ഹാൻഡ് സാവിയുടെ. സാവി വായിക്കുന്നുണ്ടോ? സാവി വായിക്കാനാണോ കൈവർത്തെ? കൂടെ പേരും കൈ നീട്ടുന്നുണ്ട്. കൂടെ പേരും കൈ നീട്ടുന്നുണ്ട്. ഓക്കെ, സാവ്യ. M for Monday, turn around. T for Tuesday, touch the ground. W for Wednesday, jump so high.
Say The for Friday. Say hooray. S For for Saturday. Saturday. Time to play. S for Sunday. Clap your. Is the time. It is time To start to start or over again. Okay, next Sarah. എല്ലാവരും ഇപ്പൊ വായിപ്പിക്കൽ നടക്കുവോ? ക്ലാസ് കട്ടാവൂലേ? ബാക്കിയുള്ള M for Monday around. T for Tuesday touch the ground. W for Wednesday jump so high. T for Thursday touch the sky. F for Friday say hooray. S for Saturday time to play. For Sunday clap your hands. It's time to start all over again. Okay. ബാക്കിയുള്ളവരെ പിന്നീട് വായിപ്പിച്ചാ പോരെ മക്കളെ? മിസ് അതും കൂടി ബാക്കിയുള്ളതും കൂടി പറഞ്ഞോട്ടെ. വിഷമമുണ്ടോ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക്? മിസ് പേര് വിളിക്കാത്തോണ്ട് മിസ്സിനോട് പിണങ്ങിയോ എല്ലാവരും? ബാക്കിയുള്ളവര് പേര് വിളിക്കാത്തോണ്ട്? കാരണം നമുക്കിപ്പോ 52 എല്ലാ കുട്ടികളും നമുക്ക് നടക്കും. അപ്പൊ എല്ലാവരും നമുക്ക് കവർ ചെയ്ത് പോലും നടക്കില്ല. ഓൺലൈൻ ക്ലാസ് 40 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ക്ലാസ് കട്ടാവില്ലേ? അപ്പൊ മിസ് ഇതും കൂടി ഒന്നുകിൽ ഈ ലെസൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് ഈ സെമസ്റ്റർ ഇന്ന് അടക്കി വെക്കണം നമുക്ക് ഷെൽഫിൽ. അപ്പൊ അതുകൊണ്ട് മിസ് അതിന്റെ ബാക്കിയും കൂടി പറയാണ്. അതിന് തൊട്ട് താഴെ ആക്ടിവിറ്റീസ് നോക്കുക. ടൈം ഈസ് വെരി പ്രഷ്യസ്. നമ്മൾ ഓരോ ടൈമും വില പിടിച്ചതാണ് അല്ലേ? നമ്മൾ ഒരിക്കലും നമ്മുടെ സമയം നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. നമ്മൾ എല്ലാ സമയം കൃത്യമായി ചെയ്യണം അല്ലേ? വി ഷുഡ് നോട്ട് വേസ്റ്റ് ഇറ്റ്. ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കി കളയരുത് കുഞ്ഞുമക്കള്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഇറ്റ് ടു ഡു ദീസ് ആക്ടിവിറ്റീസ്? ചൂസ് ആൻഡ് റൈറ്റ് ദി കറക്റ്റ് ആൻസർ. അപ്പൊ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അത് എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഉപയോഗിച്ചാണോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്നോട് പറയണം. ഒന്ന് നോക്കാതെ എല്ലാവരും റെഡി ആയിക്കോ. ബ്രഷ് യുവർ ടീത്ത്. നിങ്ങളുടെ പല്ല് ബ്രഷ് ചെയ്യുന്നത് 5 അവിടെ ഉണ്ട്. 5 മിനിറ്റ്സ് ആണോ ഉപയോഗിക്കുന്നത് അതോ 5 hours ആണോ? 5 മണിക്കൂർ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ പല്ല് തേക്കുന്നത് അതോ 5 മിനിറ്റ് ആണോ? 5 മിനിറ്റ്സ് ആണല്ലേ? ഒരിക്കലും 5 മണിക്കൂർ എടുത്താൽ നമുക്ക് സ്കൂളൊന്നും പോകാൻ ടൈം കിട്ടില്ല അല്ലെ? അപ്പൊ 5 മിനിറ്റ്സ്. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ്. അപ്പൊ 5 hours എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ. അപ്പൊ ബ്രഷ് ചെയ്യുന്ന 5 മണിക്കൂർ ഒരിക്കലും ചെയ്യില്ല. 5 മിനിറ്റ്സ് ആണ്. അപ്പൊ 5 മിനിറ്റ്സ് എന്നുള്ളതിനെ ടിക്ക് ചെയ്തിട്ട് അതൊന്ന് മാറ്റി എഴുതാം കേട്ടോ. നെക്സ്റ്റ്, ഈറ്റ് യുവർ ലഞ്ച്. നിങ്ങൾ ലഞ്ച് ചെയ്യുന്ന 20 മിനിറ്റ്സ് ആണോ അവേഴ്സ് ആണോ? 20. നിങ്ങൾ മിനിറ്റ്സ് ആണ് അല്ലേ? അപ്പൊ 20 കഴിഞ്ഞിട്ട് മിനിറ്റ്സ്, 20 മിനിറ്റ്സ് ആണ്. ഡു യുവർ ഹോംവർക്ക്. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നത് 1 മിനിറ്റ് ആണോ അവർ ആണോ? നിങ്ങൾക്ക് 1 മിനിറ്റ് തന്നെ വേണ്ട അല്ലെ? നിങ്ങൾ ഹോംവർക്ക് ചെയ്യാറില്ലല്ലോ, മടിയന്മാരല്ലേ? അപ്പൊ നിങ്ങൾക്ക് 1 മിനിറ്റ് തന്നെ വേണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു സാധാരണ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ എത്ര വേണം സമയം? 1 hour. 1 hour ആണ് അല്ലേ? 1 മണിക്കൂറെങ്കിലും സമയം വേണം. 1 hour. ഇനി പ്ലേയിങ് ഗെയിംസ്. അതിന് എത്രയും നമുക്ക് തന്നോട്ടല്ലേ? പ്ലേയിങ് ഗെയിംസ് കളിക്കേണ്ട ടൈം 2 ഉണ്ട്. 2 മിനിറ്റ്സ് ആണോ 2 hours ആണോ? അതിന് ഒരു ഡൗട്ടും വേണ്ട. 2 hours. എത്ര മണിക്കൂർ കിട്ടിയാലും ഇനി 12 hours തന്നാൽ നമ്മൾ കളിക്കും അല്ലേ? പുറത്തുനിന്നേ ഗെയിംസ് കളിക്കാറുണ്ട്. ഓക്കെ, അതായത് 2 hours. വാച്ച് എ ഫിലിം. ഒരു സിനിമ കാണാൻ വേണ്ടി എല്ലാരും മ്യൂട്ട് ചെയ്യേണ്ട. മിസ് പറയട്ടെ, ഒരു സിനിമ കാണാനുള്ള ടൈം 2 മിനിറ്റ്സ് ആണോ 2 hours ആണോ? hours. 2 മണിക്കൂർ സിനിമ കാണണം അല്ലേ? ഒരു സിനിമ കംപ്ലീറ്റ് ആയി കാണണമെങ്കിൽ 2 hours ആണ്, അതിന് മിനിറ്റ് അല്ല. സ്ലീപ്പ് 8 ഉണ്ട്. 8 മിനിറ്റ്സ് ആണോ hours ആണോ? ഒരാൾ ഉറങ്ങുന്നത് എത്ര മിനിറ്റ് ആണോ? 8 hours.
സ്ലീപ്പ് ചെയ്യുന്ന നമ്മൾ അവേഴ്സ് ആണ് 8 hours. പോളിഷ് യുവർ ഷൂ, നിങ്ങളുടെ ഷൂവിന് പോളിഷ് ചെയ്യുന്നത് 5 minutes ആണോ അവേഴ്സ് ആണോ? 5 minutes. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കുക. ഓക്കെ, ടെക്സ്റ്റ് ഇല്ലാത്തവര് പേജ് നമ്പർ 152 ആണ് ഇനി പറയുന്നത്. പേജ് അതായത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, അവരൊന്ന് അത് നോക്കി എഴുതണം. നെക്സ്റ്റ് അതുപോലെ മന്ത്സ് ഓഫ് ദ ഇയർ. there are 12 months in year. ഒരു വർഷം നമുക്ക് 12 മാസങ്ങളാണ് ഉള്ളത് അല്ലേ? ആ മാസങ്ങളുടെ പേര്, മന്തിന്റെ പേര്, മന്ത് ഓഫ് നെയിം ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ആ ഓരോ മാസത്തെയും എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ കലണ്ടർ പോലെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം ആ കലണ്ടർ നോക്കുക, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഹൗ മെനി മന്ത്സ് ഹാവ് 30 days, റൈറ്റ് ദെയർ നെയിംസ്. അതായത് ഏതൊക്കെ മാസങ്ങളിലാണ് 30 days ഉള്ളത്, അതിന്റെ പേരാണ് ഫസ്റ്റ് ബോക്സിൽ എഴുതേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് ബോക്സില് 30 days ഏതൊക്കെ മാസങ്ങളിലാണ്, ആ കലണ്ടർ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ ഡേയ്സിലാണ് 30 days ഉള്ളത്. ഏപ്രിൽ 30 days ഉള്ളൂ അല്ലേ? ഏപ്രില്, ജൂണ്, ജൂൺ, ഫെബ്രുവരി ആയില്ല, അത് എഴുതാനായിട്ടില്ല, ഞാൻ പറയാം. ഞാൻ ഇത് പറയുമ്പോ അതിനിടയിൽ ഒന്നും പറയരുത്, ഇത് ശ്രദ്ധിക്ക്. 30 days ഉള്ളത് ഏപ്രില്, ജൂൺ, പിന്നെ 30 days ഏത് ദിവസം ഉണ്ട്? സെപ്റ്റംബറിലുണ്ട് അല്ലേ? സെപ്റ്റംബർ ഉണ്ട്, നവംബർ ഉണ്ട്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ് അത് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, മക്കൾക്ക് സ്പെല്ലിംഗ് കിട്ടിയില്ലെങ്കിൽ അത് നോക്കി എഴുതിക്കോട്ടോ. ഇപ്പൊ തന്നെ പെട്ടെന്ന് എഴുതി വെക്കണ്ട, ക്ലാസ് ഗ്രൂപ്പ് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഹൗ മെനി മന്ത്സ് ഹാവ് 31 days, റൈറ്റ് ദെയർ നെയിംസ്. ഈ 31 days ഉള്ള നെയിം ആണ് ഇതുണ്ട് അവിടെ. 31 days ജനുവരിയിലുണ്ട് അല്ലേ? ജനുവരി, മാർച്ചിലുണ്ട്, മെയ്, പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, ഇല്ലേ? ഒക്ടോബർ, ഡിസംബർ. ഇത്രയും മാസങ്ങളിൽ 31 days ഉണ്ട്. ഇനി നെക്സ്റ്റ് പേജ് നോക്കുക, 151 നോക്കുക. വിച്ച് മന്ത് ഈസ് മിസ്സിംഗ് ഫ്രം ദി 2 boxes. നമ്മളിപ്പോ അതിൽ എഴുതുമ്പോ ഏതോ ഒരു മാസം മിസ് ചെയ്തിട്ടുണ്ട്, അതായത് വിട്ടുപോയിട്ടുണ്ട്. 30 days അല്ല, 31 days അല്ലാത്തത് ഏതാ? ഫെബ്രുവരി. അപ്പൊ അവിടെ ഏത് മാസാന്ന് എഴുതണം? ഫെബ്രുവരി. FEBRUARY. ഓക്കെ, ഫെബ്രുവരി. എന്താണ് പ്രത്യേകത? ഫെബ്രുവരി ഈസ് ദ ഷോർട്ടസ്റ്റ് മന്ത്. ഏറ്റവും ദിവസങ്ങൾ കുറഞ്ഞ മാസം, ഷോർട്ടസ്റ്റ് മന്ത് ആണ് ഏത്? ഫെബ്രുവരി. ഇറ്റ് ഹാസ് 28 days. എത്ര ദിവസങ്ങളാണ് ഉള്ളത് ഫെബ്രുവരിയില്? 28 days. ഫെബ്രുവരി ഹാസ് 29 days in every 4th year. 4 വർഷം കൂടുമ്പോൾ ഒരിക്കൽ ഒരു 29 days ഫെബ്രുവരിയിൽ വരും. ഇറ്റ് ഈസ് കോൾഡ് ദ ലീപ്പ് ഇയർ. അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇനി റൈറ്റ് ദ മന്ത്. ദിസ് മന്ത് ഈസ്, നമ്മൾ ഇപ്പോൾ ഏത് മാസത്തിലുള്ളത്? ഇപ്പൊ ഏത് മാസം? ഫെബ്രുവരി. അപ്പൊ ദിസ് മന്ത് ഈസ് എന്നെടുത്ത് എന്ത് വേണം? ഫെബ്രുവരി. ദിസ് മന്ത് ഈസ് എന്നെടുത്ത് ഫെബ്രുവരി. ലാസ്റ്റ് മന്ത് വാസ്, മാസങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് ഏത് മന്താണ്? ഡിസംബർ.
നല്ല മഞ്ഞു മാസം, ക്രിസ്മസ് ഉള്ള മാസം അല്ലേ? നല്ല തണുപ്പുള്ള മാസം. അവർ ഇൻഡിപെൻഡൻസ് ഡേ ഫാൾസ് ഇൻ, ഇൻഡിപെൻഡൻസ് ആഘോഷിക്കുന്നത് ഏത് മാസാ? ഓഗസ്റ്റിൽ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മന്ത് വിൽ ബി, നമുക്ക് നെക്സ്റ്റ് മന്ത് ഇനി ഏതാണ് അടുത്തത്? ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച്. നിങ്ങൾ അതിന് തൊട്ട് താഴെ മൈ ബർത്ത്ഡേ ഫോൾസ് ഇൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ ഏത് മാസമാണോ ആ മാസം അവിടെ എഴുതുക. ദ ഫോർത്ത് മന്ത് ഓഫ് ദ ഇയർ ഈസ്, ഇനി ഇയറിൽ ഫോർത്ത് മന്തിന്റെ പേര്, ഫോർത്ത് മന്ത് ഏതാണ്? ഏപ്രിൽ. അത് അവിടെ എഴുതണം. മക്കള് മെല്ലെ ചെയ്താൽ മതി. മിസ് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അത് നോക്കി സ്വന്തമായി മക്കൾ എഴുതി അയക്കുക കേട്ടോ. എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കണേ. ഒന്നുകൂടി മിസ് പറഞ്ഞതാ. ദിസ് മന്ത് ഈസ് ഫെബ്രുവരി. ഇപ്പൊ ഏത് മാസം ചോദിച്ചത്? ഫെബ്രുവരി ആണ്. ലാസ്റ്റ് മന്ത് വാസ് ഡിസംബർ. ഒരു വർഷത്തിൽ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞത് ഡിസംബർ ആണ്. അവർ ഇൻഡിപെൻഡൻസ് ഡേ ഫാൾസ് ഇൻ ഓഗസ്റ്റ്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് ഓഗസ്റ്റിലാണ്. നെക്സ്റ്റ് മന്ത് വിൽ ബി, ഇനി അടുത്ത മാസം നമുക്ക് എന്താണ്? മാർച്ച് ആണ്. മൈ ബർത്ത്ഡേ ഫാൾസ് ഇൻ, മൈ ബർത്ത്ഡേ ഏപ്രിലാണ്. സജിത മിസ്സിന്റെ ബർത്ത്ഡേ ഏപ്രിലാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ ഒരാളുടെ മെയ് ആണെങ്കിൽ ഒരാളുടെ ജൂൺ ആവും. അല്ലാതെ എല്ലാവരുടെ സെയിം ആൻസർ ഡിസംബർ എന്റെ ബർത്ത്ഡേ. അങ്ങനെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ വെവ്വേറെ മാസങ്ങളിലായിരിക്കും. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. സെക്കൻഡ് എന്റെ ബർത്ത്ഡേ ഫെബ്രുവരിക്കാ. അതെ. ഓക്കെ. അപ്പൊ അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചെഴുതുക. നെക്സ്റ്റ് മന്ത് വിൽ ബി, അത് പറഞ്ഞു. ദ ഫോർത്ത് മന്ത് ഓഫ് ദ ഇയർ ഈസ് ഏപ്രിൽ. നമ്മള് ഇനി ഫോർത്ത് മന്ത്, ഒരു ഇയറിന്റെ ഫോർത്ത് മന്ത് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഏപ്രിൽ ആണ്. ഇത്രയുമാണ് നമുക്ക് ആ ലെസണിൽ പറയാനുള്ളത്. അപ്പൊ മിസ് ഫസ്റ്റ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ നാളെ കൊണ്ടുവരേണ്ടത് സെക്കൻഡ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ആണ്. സെക്കൻഡ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ആണ് നാളെ കൊണ്ടുവരേണ്ടത്. മറന്നു പോവോ? ഓക്കെ ബൈ. സീ യു. ക്ലാസ് കഴിയാറായി. ഓക്കെ ബൈ. ടൈമും എല്ലാം പഠിച്ചു. ഓക്കെ ബൈ. ബൈ. See you tomorrow. ഓക്കെ ബൈ. എല്ലാവരും നാളെ സെമസ്റ്റർ ബുക്ക് സെമസ്റ്റർ 2 എടുത്തിട്ട് വരണം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ. ഓക്കെ ബൈ.